കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഈ മണികണ്ഠൻ ആചാര്യയുടെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നല്ലോ. ആ പാവം പിടിച്ച മനുഷ്യൻ്റെ പേരിൽ ഇല്ലാത്ത വാർത്ത നൽകിയിരിക്കുകയാണ് മനോരമ. പുള്ളി ഏതായാലും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശക്തമായ നിയമ നടപടികളിലേക്ക് പോകുമെന്നാണ് അറിയുന്നത്. വേറെ ഏതോ ഒരു മണികണ്ഠനെ പിടിച്ചതിന് ഈ പാവം പിടിച്ചവൻ്റെ പടവും വെച്ചിട്ട് വാർത്ത കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് വലിയ മാനനഷ്ടമുണ്ടാകുന്നു. അദ്ദേഹത്തെ ഏതോ തമിഴ് സിനിമയുടെ ലൊക്കേഷനിൽ നിന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുകയുണ്ട്. അദ്ദേഹത്തെ ഫിക്സ് ചെയ്തിരുന്നൊരു സിനിമയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന് ആ അവസരം പോയില്ല. ഇല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു നുണ വാർത്തയുടെ പേരിൽ ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് തകർന്നു പോയിക്കൊണ്ട് തന്നെ ഇതൊന്നും ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനും ഈ മാധ്യമ സ്ഥാപനത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ശക്തമായ നിലപാടിലേക്ക് പോകുന്നു. തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയ മനോരമ പത്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നടൻ മണികണ്ഠൻ ആചാരി സമൂഹ മാധ്യമത്തിലൂടെയാണ് നടൻ പ്രതിഷേധം അറിയിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ മണികണ്ഠന് സസ്പെൻഷൻ എന്ന തലക്കെട്ടിലായിരുന്നു മനോരമയുടെ ഈ കള്ളവാർത്ത. മലയാള മനോരമ ദിനപത്രത്തിന്റെ പാലക്കാട് എഡിഷനിലാണ് നടൻ മണികണ്ഠൻ ആചാര്യയുടെ ചിത്രം സഹിതം വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ നടൻ മണികണ്ഠന്റെ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്നും 1.90 ലക്ഷം രൂപ പിടിച്ചെടുത്തതായും ഇതിന്റെ തുടർ നടപടിയായിട്ടാണ് സസ്പെൻഷൻ എന്നും മനോരമയുടെ വാർത്തയിൽ പറയുന്നു. നടൻ മണികണ്ഠൻ ആചാര്യയുടെ ഫോട്ടോ സഹിതമാണ് മനോരമ വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചത്. സിനിമാ ലോകത്തുള്ള സുഹൃത്തുക്കൾ പറഞ്ഞാണ് മണികണ്ഠൻ ആചാരി വാർത്തയെക്കുറിച്ച് അറിഞ്ഞത്. ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെ നേരിട്ട് പ്രതിഷേധം അറിയിച്ചത്. തന്റെ ചിത്രം കണ്ടാൽ മനോരമയ്ക്ക് അറിയില്ലേ എന്നും മണികണ്ഠൻ ചോദിക്കുന്നു. തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. ഇത് മണികണ്ഠനാ? അതെ മணிகண்டனாണ് പറഞ്ഞப்போ இல்ல நீங்க உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளால எனக்கு ஒரு ஃப்ரெண்ட் இருக்காரு, அவர் அனுப்புனாரு. அப்படிதான் நான் உங்களுக்கு கால் பண்ண അത് ഉണ്മയാണെന്ന് தெரிஞ்சுக்கிறதுக்கு എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലാന്ന്. അവരാ സമയത്ത് ആ നടൻ അറസ്റ്റിലായി, നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ. അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. മനോരമയിൽ വന്ന വ്യാജ വാർത്ത കണ്ടില്ലെങ്കിലും ഈ വാർത്ത തന്റെ സിനിമയിലെ അവസരങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തിയേക്കുമെന്ന നിലയിലെത്തിയപ്പോഴാണ് പരസ്യമായി തന്നെ പ്രതികരിക്കാൻ മണികണ്ഠൻ ആചാരി തയ്യാറായത്. കൈരളി ന്യൂസ്, കൊച്ചി.